അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ പഠിക്കുവാനും മനസ്സിലാക്കുവാനും ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാനും നമുക്ക് തൗഫീഖ് നൽകി നമ്മളെയെല്ലാം അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ അറിയേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. അതിൽ പ്രധാനമായും ഗൈബിയായ വിശ്വാസങ്ങൾ. പരിശുദ്ധ ഖുർആൻ സൂറത്ത് ബഖറയിലെ ആരംഭ ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മുത്തഖിയെ പരിചയപ്പെടുത്തുമ്പോൾ ആരാണ് മുത്തഖി എന്ന് കൃത്യമായി പഠിപ്പിച്ചത് നമസ്കരിക്കുന്നവനാണ്, ദാനം ചെയ്യുന്നവനാണ്. അങ്ങനെയുള്ള കർമ്മങ്ങൾ അവനെ കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് എന്നതാണ്. ഗൈബിയായ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവനായിരിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം, മനുഷ്യരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗൈബിയായ ഒരുപാട് വിഷയങ്ങളുണ്ട്. അദൃശ്യമായ, അഭൗതികമായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ള വിഷയങ്ങൾ. മലക്കുകൾ അതിൽപ്പെട്ടതാണ്. നമ്മുടെ നന്മ തിന്മകൾ രേഖപ്പെടുത്തുന്ന 2 മലക്കുകളുണ്ട്. ലോകത്തെ ഏത് സംവിധാനങ്ങൾ ഉപയോഗിച്ചാലും ഈ മലക്കുകളെ കണ്ടെത്താൻ നമുക്ക് സാധ്യമല്ല. അതുപോലെ തന്നെ നമ്മുടെ സ്വർഗം, നരകം, ബർസഖിയായ ലോകം, ഇതൊക്കെ അല്ലാഹു റസൂലും എന്താണോ പഠിപ്പിച്ചത് അതിൽ നമ്മൾ വിശ്വസിക്കുക എന്നുള്ളതാണ്. ആമന്നാ ബിഹി, ഞങ്ങൾ അതിൽ വിശ്വസിച്ചു എന്ന നിലപാട് അല്ലാഹു പറഞ്ഞതിന്റെ പേരിൽ നമ്മൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ നാം വിശ്വസിക്കേണ്ട അത്തരം വിശ്വാസങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വിശ്വാസമാണ് റൂഹിനെ കുറിച്ചുള്ള വിശ്വാസം. നമ്മുടെ ശരീരത്തിൽ റൂഹുണ്ട്. പക്ഷെ എന്താണ് റൂഹ് എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. എങ്ങനെയാണ് റൂഹ് എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധകനായി തന്റെ ജനതയിലേക്ക് കടന്നു ചെന്ന സമയത്ത് അവർ ചോദിച്ച ചോദ്യമായിരുന്നു, എന്താണ് റൂഹ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉത്തരം കൊടുക്കാൻ കഴിയുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഇസ്റാ 85-ാമത്തെ ആയത്തിലൂടെ പഠിപ്പിച്ചു, വയസ്അലൂനക അനിർ റൂഹ് വയസ്അലൂനക അനിർ റൂഹ് ഖുലിർ റൂഹു മിൻ അംരി റബ്ബി വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീലാ വയസ്അലൂനക അനിർ റൂഹ്. റൂഹിനെ സംബന്ധിച്ച് അവർ നിന്നോട് ചോദിക്കുന്നുണ്ട് അല്ലേ? താങ്കൾ പറഞ്ഞു കൊടുക്കണം, അർറൂഹു മിൻ അംരി റബ്ബി, റൂഹ് എന്റെ റബ്ബിന്റെ വിഷയത്തിൽപ്പെട്ടതാണ്, എന്റെ റബ്ബിന്റെ കാര്യത്തിൽപ്പെട്ടതാണ്. അഥവാ എനിക്കറിയില്ല എന്നതാണ് കൃത്യമായ മറുപടി. അല്ലാഹുവിന് മാത്രം അറിയുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. ലോകത്തൊരാൾക്കും അറിയിച്ചു കൊടുത്തിട്ടില്ലാത്ത, പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലാത്ത വിഷയങ്ങൾ. അത്തരം കാര്യങ്ങളിൽ പെട്ടതാണ് റൂഹിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യവും. വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീലാ. ലോകത്ത് ഇൽമിന്റെ, അറിവിന്റെ ഉറവിടം അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ആയത്തുൽ കുർസിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ടത് അറിവിന്റെ ഉറവിടം അല്ലാഹുവാണ്. അല്ലാഹുവിൽ നിന്നാണ്
ലോകത്തെ എല്ലാത്തിനും അറിവ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, എപ്പോഴും നീ റബ്ബിനോട് പ്രാർത്ഥിക്കണം, റബ്ബിസ്ദിനി ഇൽമൻ നാഫിഅ, ഉപകാരപ്രദമായ ഇൽമ് അല്ലാഹുവേ എനിക്ക് നൽകണമെന്ന് എപ്പോഴും അല്ലാഹുവിനോട് നീ തേടിക്കൊണ്ടേയിരിക്കണമെന്ന് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തെ എല്ലാ വിവരങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്കും പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. വഹിയുള്ള പ്രവാചകന്മാർക്ക് പോലും ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ അല്ലാഹു അറിയിച്ചു കൊടുത്തിട്ടുള്ളൂ. വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീലാ, ഒരൽപ്പം മാത്രം, ഖലീല ഒരൽപ്പം, ഇല്ല ഖലീല അല്പമല്ലാതെ അല്ലാഹു ഇൽമ് മറ്റൊരാൾക്കും നൽകിയിട്ടില്ല എന്ന് കൃത്യമായി ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്. അപ്പൊ റൂഹ് എന്താണ് എന്നത് ലോകത്തൊരാൾക്കും അറിയില്ല. വഹിയുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും ആ വിഷയം അറിയില്ല എന്നുള്ളതാണ്. അതിനർത്ഥം നമ്മൾ നിഷേധിക്കലാണോ? നിഷേധിക്കാൻ പാടില്ല. കാരണം അങ്ങനെ ഒരു സംഗതി നമുക്കുള്ളത് കൊണ്ടാണ് നമ്മൾ എഴുന്നേറ്റ് നടക്കുന്നത്. ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് സംസാരിക്കുന്നത് എന്നിൽ റൂഹുള്ളത് കൊണ്ടാണ്. എന്റെ സംസാരം നിങ്ങൾ സമാധാനത്തോടു കൂടി ഇരുന്ന് കേൾക്കുന്നത് നിങ്ങളിൽ റൂഹുള്ളത് കൊണ്ടാണ്. ജസദും റൂഹും കൂടി ചേർന്നതാണ് മനുഷ്യൻ. ജസദ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭൗതികമാണ്, റൂഹ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് അഭൗതികമാണ്. ജസദ് എന്താണ് നമുക്കറിയാം, നമ്മുടെ തലയും കഴുത്തും അതുപോലെ തന്നെ നമ്മുടെ ശരീരം, ബദന്, കൈകാലുകൾ, ഇതൊക്കെ കൂടി ചേർന്നതാണ് നമ്മുടെ ജസദ്, ബദന്, ശരീരം. എന്നാൽ ഇത് വർക്ക് ചെയ്യണമെങ്കിൽ, ഇത് ജീവനുള്ളതാകണമെങ്കിൽ ഇതിന്റെ ഉള്ളിൽ റൂഹ് ഉണ്ടാകണം. ആ റൂഹ് എന്താണ് അത് ലോകത്തൊരാൾക്കും അറിയില്ല. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമി അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചു. എങ്ങനെയാ പടച്ചത് എന്ന് നമുക്കറിയാം. ആകാശ ലോകത്ത് വെച്ച് പടക്കുമ്പോൾ ആദം നബിയെ സൃഷ്ടിക്കുവാൻ ഭൂമിയിൽ നിന്ന് മണ്ണ് കൊണ്ടുവന്നു. എല്ലാ നിറത്തിലുള്ള മണ്ണ്, ചുവന്ന മണ്ണുണ്ട്. മുഫസ്സിറുകൾ രേഖപ്പെടുത്തി ഭൂമിയിൽ നിന്ന് മണ്ണ് കൊണ്ടുവന്ന് ആകാശ ലോകത്താണ് ആദം നബിയുടെ സൃഷ്ടിപ്പ്. ആ മണ്ണിൽ ചുവന്ന മണ്ണുണ്ട്, കറുത്ത മണ്ണുണ്ട്, വെളുത്ത മണ്ണുണ്ട്. വെളുപ്പും അതുപോലെ തന്നെ ചുവപ്പും കൂടി കലർന്ന രൂപത്തിലുള്ള മണ്ണുകളുണ്ട്. അതാണ് ആദം നബിയുടെ മക്കളൊക്കെ വിവിധ നിറത്തിലുള്ള ആളുകളായിട്ട് മാറാനുള്ള കാരണമെന്ന് മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയത് കൃത്യമായിട്ട് നമുക്ക് കാണാൻ കഴിയും. മണ്ണുകൊണ്ട് ആദം നബിയുടെ രൂപമുണ്ടാക്കിയ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഇന്നല്ലാഹ ഖലഖ ആദം മിൻ തുറാബ് ثم نفخ فيه من روحه. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബിയെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു. ആ മണ്ണ് കൊണ്ട് ആദം നബിയുടെ രൂപം അല്ലാഹു ഉണ്ടാക്കിയിട്ട് ثم نفخ فيه من روحه, അല്ലാഹുവിന്റെ റൂഹിൽ നിന്ന് അതിലേക്ക് ഊതുകയും അതോടുകൂടി ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവനുള്ളവനായിട്ട് മാറുകയും ചെയ്തു. അപ്പൊ മണ്ണ് കൊണ്ട് ജസദാണ് ഉണ്ടാക്കിയത്. ആ ജസദിൽ റൂഹ് ഊതിയപ്പോഴാണ്, റൂഹ് പ്രവേശിപ്പിച്ചപ്പോഴാണ് ആദം നബി ജീവനുള്ള മനുഷ്യനായിട്ട് മാറിയത്. ആദം നബിയുടെ അവസ്ഥ മാത്രമല്ല, എന്റെയും നിങ്ങളുടെയും ലോകത്ത് കഴിഞ്ഞു പോകുന്ന ഓരോ മനുഷ്യന്റെയും അവസ്ഥ ഈ രൂപത്തിൽ തന്നെയാണ്. പരിശുദ്ധ ഖുർആൻ 114 അധ്യായങ്ങളിൽ ഒരു അധ്യായം സൂറത്ത് ഇൻസാൻ, മനുഷ്യരെന്ന പേരിട്ട് നൽകിയ അധ്യായം. അതിന്റെ ആരംഭത്തിൽ ഒന്നാമത്തെ ആയത്തിൽ അല്ലാഹു ചോദിക്കുകയാണ്, ഹല്ലതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹ്രി ലം യകുൻ ശൈഅൻ മദ്കൂറാ ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറാ. തെറിച്ചു വീഴുന്ന ഒരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്നാണ് മനുഷ്യരെ നാം പടച്ചിട്ടുള്ളത്. അതിനു മുമ്പ്, മനുഷ്യൻ രൂപപ്പെടുന്നതിന് മുമ്പ് നമ്മൾ ആരായിരുന്നു എന്ന് ചിന്തിച്ചാൽ, മനുഷ്യൻ ആരായിരുന്നു എന്ന് ചിന്തിച്ചാൽ
ഇന്നതായിരുന്നു ഇന്ന വസ്തുവായിരുന്നു എന്ന് പറയാൻ പറ്റാത്ത കാലഘട്ടം നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഒരാൾക്കും പറയാൻ കഴിയില്ല ഇന്നതായിരുന്നു ഇന്ന വസ്തുവായിരുന്നു, നമ്മുടെ അവസ്ഥ ഇന്നതായിരുന്നു എന്ന് ലോകത്തൊരാൾക്കും പറയാൻ പറ്റാത്ത ഒരു കാലഘട്ടം നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ. പിതാവിന്റെ ബീജത്തുള്ളിയെ മാതാവിന്റെ ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ കൊണ്ടുപോയി വെച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഇന്ന അഹദകും യുജ്മഉ ഖൽഖുഹു ഫീ ബത്നി ഉമ്മിഹി 40 യൗമൻ നുത്ഫ. 40 ദിവസത്തോളം കാലം ഉമ്മയുടെ ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ നുത്ഫയായി ബീജമായി കഴിച്ചു കൂട്ടിയ കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ട്. സുമ്മ യകൂനു അലഖതൻ മിസ്ല ദാലിക്. പിന്നീട് അലഖയായി, അങ്ങനെ അലക്കയായിട്ട് 40 ദിവസത്തോളം കാലം അങ്ങനെ കഴിച്ചു കൂട്ടി. പിന്നീട് മുതലായിട്ട് 40 ദിവസം അവിടെ കഴിച്ചു കൂട്ടുകയാണ് മിസ്ലദാലിക്. അങ്ങനെ 40 ദിവസം ലുത്ഫയായിരുന്നു, ബീജമായിരുന്നു, ഇന്ദ്രിയത്തുള്ളിയായിരുന്നു. അടുത്ത 40 ദിവസം നമ്മൾ രക്തപിണ്ഡമായിരുന്നു. തുടർന്നുള്ള 40 ദിവസം നമ്മള് മാംസപിണ്ഡമായിരുന്നു. അഥവാ 120 ദിവസം, 4 മാസം തികയുമ്പോൾ ആ 4 മാസം തികയുന്ന സാഹചര്യത്തിൽ പിന്നീട് അവരിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മലക്കിനെ നിയോഗിക്കുകയാണ്. അങ്ങനെ 4-ാം മാസത്തിൽ ഇതാ അവന്റെ ശരീരത്തിലേക്ക് റൂഹിനെ ഏൽപ്പിക്കുകയാണ്, റൂഹിനെ ഊതുകയാണ്. അതോടുകൂടി മനുഷ്യൻ ജീവനുള്ളവനായിട്ട് മാറുകയാണ്. 4-ാം മാസത്തിന് മുമ്പ് നമ്മൾ 40 ദിവസം നുത്ഫയായിട്ട്, പിന്നീട് 40 ദിവസം രക്തപിണ്ഡമായിട്ട്, പിന്നീട് 40 ദിവസം നമ്മള് മാംസപിണ്ഡമായി കഴിച്ചു കൂട്ടിയ കാലഘട്ടം. 4-ാം മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റൂഹിനെ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോഴാണ് ഉമ്മയുടെ ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ വെച്ച് നമുക്ക് ജീവനുള്ളവനായിട്ട് മാറുന്നത്. അന്ന് ജീവൻ മാത്രമല്ല നമുക്ക് നൽകുന്നത്, നമ്മുടെ എല്ലാ കാര്യങ്ങളും അല്ലാഹു കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. റിസ്ക്, നമ്മുടെ റിസ്ക്, നമ്മുടെ ഉപജീവനം, നമ്മുടെ ഉപജീവനത്തിന് വേണ്ടി ഇങ്ങനെ ഓടാണെന്ന്. അല്ലാഹുവിനെ അനുസരിക്കാൻ നമുക്ക് സമയമില്ല, നന്ദിയുള്ളവനായിട്ട് മാറാൻ നമുക്ക് സമയമില്ല, ഇബാദത്തുകൾ നിർവഹിക്കാൻ നമുക്ക് സമയമില്ല. എത്ര തവണയാ ആമനു വിശ്വാസികളെ, യാ അയ്യുഹല്ലദീന ആമനു മുഅ്മിനീങ്ങളെ എത്ര തവണയാ അല്ലാഹു വിളിച്ചത്. ആ വിളികൾക്ക് ഉത്തരം കൊടുക്കാൻ നമുക്ക് സമയമില്ല. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നിനക്ക് 4-ാം മാസത്തിൽ ജീവൻ നൽകുന്ന സാഹചര്യത്തിൽ തന്നെ നിന്റെ റിസ്ക് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വാജലി, അതുപോലെ തന്നെ നിന്നിലേക്ക് പ്രവേശിപ്പിച്ച ആ റൂഹുണ്ടല്ലോ, അത് തിരിച്ചെടുക്കുന്ന നിന്റെ ആ സമയവും കൃത്യമായി അല്ലാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. അഥവാ മരണം എപ്പോഴാണ് സംഭവിക്കുക എന്ന് കൃത്യമായി അല്ലാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ സമയമെത്തിയാൽ മലക്കുൽ മൗത്ത് അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരും, നമ്മുടെ റൂഹിനെ പിടിക്കും, അല്ലാഹുവിലേക്ക് മടങ്ങിപ്പോകുമെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തന്നു. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ആ 4-ാം മാസത്തിൽ രേഖപ്പെടുത്തുമെന്ന് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ, മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ, മുത്തഫഖുൻ അലൈഹി ആയ ഹദീസ അല്ലേ. 4-ാം മാസം നമ്മളിലേക്ക് റൂഹിനെ പ്രവേശിപ്പിക്കുമ്പോഴാണ് നമ്മൾ ജീവനുള്ള ഒരു വസ്തുവായിട്ട് മാറുന്നത്. അങ്ങനെ നമ്മൾ ഉമ്മയുടെ ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു വന്നു. റൂഹോടുകൂടി, ജസദമുണ്ട്, റൂഹമുണ്ട് അല്ലെ. റൂഹ് നമ്മുടെ ജസദിൽ ഇല്ല എങ്കിൽ നമ്മൾ പറയും കുട്ടി മരിച്ചു എന്ന് പറയും. ചിലപ്പോ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുമ്പോഴായിരിക്കും മരിക്കുക, അപ്പോഴായിരിക്കും ജസദും റൂഹും വേർപിരിയുക. ചിലപ്പോ റബ്ബ് കൊടുക്കാനില്ല, റൂഹിനെ അയക്കാനില്ല. അപ്പൊ ഡോക്ടർ പറയും കുട്ടിക്ക് ജീവനില്ലട്ടോ എന്ന് പറയും. റൂഹിനെ പ്രവേശിച്ച് റൂഹിനെ നൽകിയിട്ടില്ല. റൂഹ് കിട്ടിയാലേ ജീവൻ ഉണ്ടാകുള്ളൂ. നമ്മളൊക്കെ റൂഹോടുകൂടി ജസദുള്ളവനായിട്ട് അല്ലാഹു അനുഗ്രഹിച്ച് ഭൂമിയിലേക്ക് വന്നു. ഈ റൂഹ് നമ്മളിൽ നിന്ന് എല്ലാ ദിവസവും ഇറങ്ങി പോകുന്നുണ്ട്.
എല്ലാ ദിവസവും നമ്മുടെ ശരീരം വേറെയാകുന്നുണ്ട്, റൂഹ് വേറെയാകുന്നുണ്ട്. ആ സമയമാണ് നമ്മുടെ ഉറക്കം. നാം ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ റൂഹില്ല. നാം ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ജസദിൽ നമ്മുടെ റൂഹില്ല. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത്, നീ ഉറങ്ങാൻ പോകുന്ന സമയത്ത് പ്രാർത്ഥിക്കണം, ബിസ്മിക്കല്ലാഹുമ്മ അമൂതു വഅഹ്യാ, ബിസ്മിക്കല്ലാഹുമ്മ അമൂതു വഅഹ്യാ. ഉറങ്ങാൻ പോകുമ്പോ നീ പ്രാർത്ഥിച്ചോ, അമൂതു ഞാൻ മരിക്കാൻ പോവുകയാണ്. ഉറങ്ങാൻ പോകുമ്പോ നീ പ്രാർത്ഥിച്ചോ, ഞാൻ മരിക്കാൻ പോവുകയാണ്. അല്ലാഹുവേ, ഞാൻ മരിക്കുന്നത് നിന്റെ നാമത്തിലാണ്. വഅഹ്യ, ആ മരണത്തിന് നിൽക്കുന്നുണ്ട് എങ്കിൽ അതും അല്ലാഹുവേ നിന്റെ നാമത്തിലാണ്. അപ്പൊ നമ്മുടെ റൂഹിനെ നമ്മുടെ ശരീരത്തിലേക്ക് തിരിച്ചയച്ചാൽ ആ ഉറക്കത്തിന് ശേഷം നമ്മൾ എഴുന്നേൽക്കുകയാണ്. എഴുന്നേൽക്കുമ്പോൾ നീ പ്രാർത്ഥിച്ചോ, അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. എന്റെ ഉറക്കത്തിന് ശേഷം എന്നെ എഴുന്നേൽപ്പിച്ച അല്ലാഹ് എന്നല്ല പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. അങ്ങനെയല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. എന്റെ മരണത്തിന് ശേഷം ഞാൻ മരിച്ചു കിടക്കുകയായിരുന്നു. നാം ഉറങ്ങുമ്പോൾ ഖുർആൻ പഠിപ്പിച്ചല്ലോ, അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ വല്ലത്തി ലം തമുതു ഫീ മനാമിഹാ ഫയുംസികു അല്ലതി ഖദാ അലൈഹൽ മൗത്. കൃത്യമായി പഠിപ്പിക്കുകയാണ്, വയുർസിലുൽ ഉഖ്റാ ഇലാ അജലിൻ മുസമ്മാ. നാം ഉറങ്ങുമ്പോൾ നമ്മുടെ റൂഹിനെ റബ്ബ് സുബ്ഹാനഹു വ തആല പിടിച്ചെടുക്കുകയാണ്. അങ്ങനെ അല്ലാഹു പിടിച്ചു വെച്ചത് തിരിച്ചയക്കാതെ എന്നേക്കുമായി പിടിച്ചു വെച്ചാൽ അതോടുകൂടി നാം മരിക്കുകയാണ്. പിന്നെ നമ്മൾ എഴുന്നേൽക്കുന്നില്ല. നമ്മളൊക്കെ പറയാറുണ്ട്, ഉറങ്ങാൻ ഇങ്ങനെ കിടന്നതാ, ഉറങ്ങാൻ ഇങ്ങനെ കിടന്നതാ, വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റില്ല, പിന്നെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റില്ല, അങ്ങനെ മരിച്ചു. അതാണ് ഖുർആൻ പറഞ്ഞത്, വല്ലത്തി ലം തമുതു ഫീ മനാമിഹാ ഫയുംസികു അല്ലതി ഖദാ അലൈഹിൽ മൗത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പിടിച്ചെടുത്ത റൂഹിനെ അതിനെ തിരിച്ചയക്കാതെ പിടിച്ചു വച്ചാൽ പിന്നെ നമ്മൾ ആ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുകയില്ല. അതല്ല, ഇനി ആ നമ്മുടെ ജസദിലേക്ക് നമ്മുടെ റൂഹിനെ അയക്കുകയാണ് എങ്കിൽ നമ്മൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതുകൊണ്ട് നീ ഉറങ്ങാൻ പോകുമ്പോൾ നീ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയുണ്ട്. ശ്രദ്ധിച്ച് കേൾക്കാ പ്രാർത്ഥന. ജീവിതത്തിൽ ഞാനും നിങ്ങളും മനഃപ്പാഠമാക്കി എല്ലാ രാത്രികളിലും നമ്മൾ എല്ലാ ഉറങ്ങാൻ പോകുന്ന സമയങ്ങളിലും എന്തെന്നവും നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് പ്രാർത്ഥന? എന്താണ് ആ പ്രാർത്ഥന? ബിസ്മിക റബ്ബി വദഅതു ജംബി വബിക അർഫഉ ഇൻ അംസകത നഫ്സി ഫഗ്ഫിർ ലഹാ വർഹംഹാ വഇൻ അർസൽതഹാ ഫഹ്ഫദ്ഹാ ബിമാ തഹ്ഫദു ബിഹി ഇബാദക സ്വാലിഹീൻ. ബിസ്മിക റബ്ബി വദഅതു ജംബി വബിക അർഫഉ. എന്റെ പാർശ്വം, എന്റെ പുറം, എന്റെ ശരീരം ഞാനിതാ വിരിപ്പിലേക്ക് വെക്കാൻ പോവുകയാണ് അല്ലാഹ്. നിന്നെ കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമാണ് എനിക്കുള്ളത്. നിന്റെ നാമത്തിലാണ് അല്ലാഹ് ഞാൻ കിടക്കാൻ പോകുന്നത്. ഇനി ഞാൻ എഴുന്നേൽക്കുകയാണ് എങ്കിൽ ഈ വിരിപ്പിൽ നിന്ന് എന്റെ പാർശ്വത്തെ, എന്റെ ശരീരത്തെ ഞാൻ ഉയർത്തുന്നുണ്ട് എങ്കിൽ അതും അല്ലാഹുവേ നിന്റെ നാമത്തിൽ തന്നെയാണ്. അടുത്തവര് ശ്രദ്ധിച്ചോ, നമ്മളോട് പ്രാർത്ഥിക്കുവാൻ വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അടുത്തവര് ശ്രദ്ധിച്ചോ, ഇൻ അംസക്ത നഫ്സി ഫഗ്ഫിർ ലഹാ വർഹംഹാ. നീ എന്റെ ശരീരത്തിലേക്ക് ആ റൂഹിനെ, പിടിച്ചെടുത്ത റൂഹിനെ തിരിച്ചു തരാതെ പിടിച്ചു വെക്കുകയാണ് എങ്കിൽ എന്റെ റൂഹിന് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലാഹ്, ഒരുപാട് അനീതികൾ ചെയ്തിട്ടുണ്ട് അല്ലാഹ്, ഒരുപാട് നിനക്കിഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങൾ എന്റെ റൂഹ് ചെയ്തിട്ടുണ്ട് അല്ലാഹ്. എന്റെ റൂഹിന് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. വർഹംഹാ, എന്റെ റൂഹിന് നീ കരുണ കാണിക്കണേ അല്ലാഹ്. എന്റെ റൂഹിനെ നീ പിടിച്ചെടുക്കുമ്പോൾ ഞാൻ എന്റെ പാർശ്വഭാഗം വെച്ചുകൊണ്ട് ഉറങ്ങുന്ന സമയത്ത് നിന്റെ പക്കൽ എന്റെ റൂഹ് ഉണ്ടാകുമ്പോൾ ആ റൂഹ് എന്റെ ശരീരത്തിലേക്ക് നീ മടക്കുന്നില്ല എങ്കിൽ എന്റെ റൂഹിനോട് നീ കരുണ കാണിക്കണേ അല്ലാഹ്. വൈൻ അർസൽതഹാ, അതല്ല
മറ്റൊരു ദിവസത്തേക്ക് എന്റെ മരണത്തെ മാറ്റിവെച്ചുകൊണ്ട് എന്റെ റൂഹിനെ നീ അയക്കുകയാണ് എങ്കിൽ സുഹൃതങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ, പുണ്യവാളന്മാരായ ആളുകൾ അവരുടെ റൂഹുകളെ, ആ പുണ്യവാളന്മാരുടെ റൂഹുകളെ തെറ്റുകുറ്റങ്ങളിൽ നിന്ന്, പാപങ്ങളിൽ നിന്ന്, ഹറാമുകളിൽ നിന്ന് നീ സംരക്ഷിക്കുന്നത് പോലെ എന്റെ റൂഹിനെ നീ സംരക്ഷിക്കണേ, എന്റെ റൂഹിനെ നീ കാക്കണേ, എന്റെ റൂഹുകളെ നീ ഹറാമിലേക്ക് കൊണ്ടുപോകല്ലേ അല്ലാ, എന്റെ റൂഹിനെ നീ തെറ്റുകുറ്റങ്ങളിലേക്ക് കൊണ്ടുപോകല്ലേ അല്ലാ, എന്റെ റൂഹിനെ നിനക്ക് ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുപോകല്ലേ അല്ലാ എന്ന് നീ എന്നും ഉറങ്ങാൻ നേരത്ത് നീ ചൊല്ലി പ്രാർത്ഥിച്ച് കിടക്കണമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര ആൾക്കാർ നമ്മളെ ചൊല്ലുന്നുണ്ട് ഇതുകൊണ്ട്? എത്ര ആൾക്കാർ ഈ രൂപത്തിൽ ഉറങ്ങുന്നുണ്ട്? ഇല്ല, നമുക്കൊരു ശ്രദ്ധയില്ല. നമ്മളിങ്ങനെ ദുനിയാവിന്റെ വളവളപ്പിന്റെ പിന്നാലെ ഇങ്ങനെ പോവുക. ദീനില്ല, അതുപോലെ തന്നെ അള്ളയില്ല, അതുപോലെ തന്നെ നബിയുല്ല, ഒന്നുമില്ല, ഇസ്ലാമില്ല, ഈമാനില്ല, ഒന്നുമില്ല. നമ്മളിങ്ങനെ ദുനിയാവിന്റെ സുഖങ്ങൾക്ക് പിന്നാലെ ഇങ്ങനെ പോകുമ്പോ അള്ളാഹുവിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ഒക്കെ നമ്മൾ അവഗണിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു അവസ്ഥയാണ്, അല്ലെ? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ റൂഹ് എല്ലാ ദിവസവും നമ്മുടെ ശരീരത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? അത് ഇറങ്ങുന്നുണ്ട്, കയറുന്നുണ്ട്. ചില ആളുകൾ വർഷങ്ങളോളം ഇറങ്ങിപ്പോയിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് കയറി വന്ന ആളുകളുണ്ട്. ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഗുഹാവാസികൾ സൂറത്ത് കഹ്ഫ് നമ്മൾ ഇന്നലെ വെള്ളിയാഴ്ച ദിവസം പാരായണം ചെയ്തിട്ടുണ്ടാകും. അതിനൊക്കെ തഫ്സീറുകൾ, ആ മാന്യമാരുടെ തഫ്സീറൊക്കെ എടുത്തുനിന്ന് വായിച്ചു നോക്ക്. ആ അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രത്തിൽ പരിചയപ്പെടുത്തിയ പിന്നെ ആ യുവാക്കളുണ്ടല്ലോ, ചെറുപ്പക്കാർ, അല്ലാഹുവിനെ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ, ഞങ്ങൾക്ക് അല്ലാഹു മതി എന്ന് പ്രഖ്യാപിച്ചവർ, അവർ ഗുഹയിൽ അഭയം പ്രാപിച്ച് ആ ഗുഹക്കുള്ളിൽ അല്ലാഹു അവരെ പിന്നെ സേഫ്റ്റിയാക്കി, ഗുഹാമുഖം അടച്ചു കളഞ്ഞ് അവരവരെ ഉറക്കിക്കിടത്തി, അല്ലെ? എത്ര കാലങ്ങൾ അവർ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് അവർക്ക് തോന്നി ഞങ്ങൾ ഒരു ദിവസം കുറച്ച് സമയമോ ഒരു ദിവസത്തിന്റെ പകുതിയൊക്കെ ഉറങ്ങിയിട്ടുള്ളൂ, അല്ലെ? അവരെന്ത് ചെയ്തു? അവര് വിശപ്പുണ്ട്, നല്ല വിശപ്പുണ്ട്. അങ്ങനെ അവര് ഭക്ഷണം വാങ്ങാൻ വേണ്ടി പോവുകയാണ്. കച്ചവടക്കാരൻ ഭക്ഷണം വാങ്ങിയിട്ട് പൈസ കൊടുക്കുമ്പോ കച്ചവടക്കാരനെ തിരിച്ചറിയുന്നത് ഇത് തലമുറ ഒരുപാട് കഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന വിവരം ആ കച്ചവടക്കാരനെ തിരിച്ചറിഞ്ഞു. അല്ലാഹു ഉറക്കിക്കിടത്തി. പിടിച്ചെടുത്ത റൂഹിനെ തിരിച്ചയച്ചപ്പോൾ വൈകിപ്പോയി. ഒരു മനുഷ്യൻ മരുഭൂമിയിലൂടെ നടന്നു പോവുകയാണ്. പച്ചപ്പില്ലാത്ത മരുഭൂമിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ ആ മനുഷ്യന്റെ സംശയമാണ്, ഇത് നിർജീവമായി കിടക്കുകയാണല്ലോ, ഒരു പച്ചപ്പും ഇവിടെ ഇല്ലല്ലോ. ഇതിന്റെ നിർജീവതയ്ക്ക് ശേഷം ഇതിന് ജീവൻ നൽകുന്നത് ആരാ? ആ മനുഷ്യന്റെ ഒരു സംശയമാണ്. ഇതിന്റെ നിർജീവതയ്ക്ക് ശേഷം ഇതിന് ജീവൻ നൽകുന്നത് ആരാണ് എന്ന സംശയം. അല്ലാഹു ആ മനുഷ്യനെ 100 വർഷം അവിടെ ഉറക്കി കിടത്തുകയാണ്. 100 വർഷം അല്ലാഹു ആ മനുഷ്യനെ അവിടെ മരിപ്പിച്ച് കിടത്തുകയാ. 100 വർഷം. ആ മനുഷ്യന്റെ സംശയം എന്താ? നിർജീവതയ്ക്ക് ശേഷം ജീവൻ നൽകുന്നവൻ ആരാണ് എന്ന സംശയം പ്രകടിപ്പിച്ച മനുഷ്യനെ 100 വർഷം അല്ലാഹു സുബ്ഹാനഹു വ തആല മരിപ്പിച്ച് കിടത്തിയാണ്. അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ കഴുതയുണ്ട്. കഴുതപ്പുറത്ത് യാത്ര ചെയ്തിട്ട് വന്ന, പണ്ടത്തെ ആൾക്കാർ അങ്ങനെയാണല്ലോ, കഴുതപ്പുറത്ത് യാത്ര ചെയ്തിട്ടാണ് വന്നത്. ആ കഴുതയെയും ആ രൂപത്തിലാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല. എന്നിട്ട് അല്ലാഹു ഈ മനുഷ്യനെ ആദ്യം എഴുന്നേൽപ്പിക്കുകയാണ്. അല്ലാഹു ആണ് നിർജീവമായ അവസ്ഥയിൽ നിന്ന് രൂപം നൽകുന്നത്, റൂഹിനെ നൽകുന്നത്, ജീവൻ നൽകുന്നത് എന്ന് ഈ മനുഷ്യനെ അറിയിക്കണമല്ലോ. ആദ്യം ഈ മനുഷ്യനെ എഴുന്നേൽപ്പിച്ചു. എന്നിട്ട് ആ മനുഷ്യനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വന്ദുർ ഇലാ ഹിമാരിക്, നീ നിന്റെ കഴുതയിലേക്ക് നോക്കടോ. നീ സഞ്ചരിച്ചു വന്ന ആ കഴുതയിലേക്ക് നീ നോക്കടോ. ആ കഴുതയിലേക്ക് നോക്കുമ്പോൾ ഇന്ന് ചത്ത കഴുത, ഇന്ന് റൂഹ് നഷ്ടപ്പെട്ട കഴുത 100 വർഷം കഴിഞ്ഞാൽ ഏതൊരവസ്ഥയിലായിട്ടുണ്ടാകുമോ ആ അവസ്ഥയിൽ ആ മനുഷ്യൻ ആ കഴുതയെ കാണുകയാണ്. നിർജീവമായി ഒന്നുമില്ലാത്ത സാഹചര്യം. അങ്ങനെ അല്ലാഹു ആ കഴുതക്ക് ആ മനുഷ്യന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് അതിന്റെ ജസദ് രൂപം നൽകുന്നു. നമുക്ക് രൂപം നൽകിയതുപോലെ
ഉമ്മാന്റെ ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ അള്ളാഹു നമുക്ക് രൂപം നൽകിയതുപോലെ, ആദം നബിക്ക് അള്ളാഹു രൂപം കൊടുത്തതുപോലെ, ആ മനുഷ്യന്റെ മുമ്പിൽ വെച്ച് ആ കഴുതക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പഴയ രൂപത്തിൽ കൈകാലുകൾ നൽകി, ജസദ് നൽകി. അങ്ങനെ അല്ലാഹു ആ കഴുതയുടെ റൂഹിനെ ആ കഴുതയിലേക്ക് തന്നെ തിരിച്ചയച്ച് ആ മനുഷ്യന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് ആ കഴുതക്ക് ജീവൻ കാണിപ്പിച്ചു കൊടുക്കുന്നു, ജീവിപ്പിച്ച് കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ ആ മനുഷ്യന് ബോധ്യപ്പെട്ടു, റഹ്മാനായ റബ്ബ് അവനാണ് നിർജീവതയ്ക്ക് ശേഷം ജീവൻ നൽകുന്നത് എന്ന് ആ മനുഷ്യന് ബോധ്യപ്പെട്ടു. ആ കഴുതപ്പുറത്ത് കയറി പോകുമ്പോ ആ മനുഷ്യനോടൊക്കെ വിളിച്ച് പറഞ്ഞു, അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. തീർച്ചയായിട്ടും അല്ലാഹു എല്ലാത്തിനും കഴിവുള്ളവനാ. അല്ലാഹുവിന് കഴിയാത്തതായിട്ട് യാതൊന്നും തന്നെ ഇല്ല. ആ മനുഷ്യന്റെ പ്രഖ്യാപനമാ. ഈ രൂപത്തിൽ ഒരുപാട് സംഭവങ്ങൾ ഖുർആൻ നമ്മളെ കൃത്യമായിട്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. കൂട്ടരെ, ഞാൻ നിങ്ങളെ സൂചിപ്പിച്ചെന്നറിയോ, റൂഹ് നമ്മുടെ ശരീരത്തിലുള്ളത് കൊണ്ടാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ റൂഹ് എന്നും ഇറങ്ങിപ്പോണ്ട്. അപ്പൊ നമ്മൾ ഉറക്കത്തില. അത് തിരിച്ചു വരുമ്പോ നമ്മൾ ഉറക്കത്തിൽ എഴുന്നേൽക്കാണ്. ചില ആൾക്കാർ വർഷങ്ങളോളം കിടങ്ങിയ ആൾക്കാരെ ചരിത്രം ഖുർആൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അല്ലെ. ഒരു ദിവസം ഇത് ഇറങ്ങിപ്പോയാൽ പിന്നെ തിരിച്ചു വരില്ല. ഒരു ദിവസം നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ പിന്നെ തിരിച്ചു വരൂല. അന്നാണ് നാം മരിക്കുന്ന ദിവസം, നമ്മുടെ മരണവാർത്ത അറിയിക്കുന്ന ദിവസം. നമ്മുടെ മരണവാർത്ത കേട്ടുകൊണ്ട് അറിഞ്ഞുകൊണ്ട് ആളുകൾ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ദിവസം. ആ സാഹചര്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അസ്സലാമു അലൈക്കും. നമ്മുടെ ഇശാ ബാങ്ക് കൊടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് 8 മണിക്ക് എൻ്റെ സംസാരം ഞാൻ അവസാനിപ്പിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ പുരുഷന്മാർ പള്ളിയിൽ പോയിട്ട് നിസ്കരിച്ച് വരിക. ഒരു 8:20 ആകുമ്പോൾ നമുക്ക് ആരംഭിക്കണം. പിന്നെ രണ്ടാമത് അത് കഴിഞ്ഞാൽ ഒരു 9 മണിയോടുകൂടി നമുക്ക് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കാം. സ്ത്രീകൾക്ക് തൽക്കാലം അവിടെ നിസ്കരിക്കാനുള്ളൊരു സൗകര്യമായിട്ടില്ല എന്നതാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ പുരുഷന്മാർ മാത്രം ഞാൻ നിർത്തുമ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കൊന്നിച്ച് പോയി നമസ്കരിച്ച് ഇൻഷാ അല്ലാഹ് തിരിച്ചു വരാം. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ റൂഹ് ഈ ദുനിയാവിൽ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ
എന്നേക്കുമായി ഈ ദുനിയാവിൽ വെച്ച് പിരിയുന്ന ഒരു സാഹചര്യമുണ്ട്. തിരിച്ചു വരാൻ പറ്റാത്തൊരു സാഹചര്യം. അത് നമ്മൾ മരിക്കുന്ന ദിവസമാണ്. നാം എന്ന് മരിച്ചോ അന്ന് നമ്മുടെ റൂഹ് ബർസഖിലേക്ക് പ്രവേശിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സാഹചര്യം വളരെ കൃത്യമായി പഠിപ്പിച്ചു. ഒരു മുഅ്മിനായ മനുഷ്യൻ, സത്യവിശ്വാസിയായ മനുഷ്യൻ, നമ്മളൊക്കെ മുഅ്മിനാകണം. ലോകത്ത് രണ്ട് വിഭാഗമേ ഉള്ളൂ. ഒന്ന് മുഅ്മിനും രണ്ട് കാഫിറും. ഒന്ന് മുഅ്മിനും രണ്ട് കാഫിറും. മുഅ്മിനാര അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തൊക്കെ പറഞ്ഞോ കൽപ്പനകളും നിർദ്ദേശങ്ങളും, നിസ്കാരമാകട്ടെ, അതുപോലെ തന്നെ സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, ഹജ്ജാകട്ടെ, അങ്ങനെ എല്ലാം ഐച്ഛികമായി പഠിപ്പിച്ചത്, ഫർളായി പഠിപ്പിച്ചത് എല്ലാം, നമ്മുടെ ആദർശം, നമ്മുടെ തൗഹീദ് എല്ലാം ഉൾക്കൊണ്ട് ജീവിക്കുന്നവരാണ് മുഅ്മിൻ. നമ്മളിപ്പോ മുസ്ലിമായ പോലെ നമ്മൾ മുഅ്മിനാകണം. മുസ്ലിമിനേക്കാൾ പവർ മുഅ്മിനിനുണ്ട്. കുറച്ച് അഅറാബികൾ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഖാലത്തിൽ അഅറാബു ആമന്നാ ഖുല്ലം തുഅ്മിനു വലാകിൻ ഖൂലൂ അസ്ലംനാ. നബിയെ, ഞങ്ങൾ മുഅ്മിനീങ്ങളായിട്ടുണ്ട്. ഖാലത്തിൽ അഅറാബു ആമന്നാ, ഞങ്ങൾ മുഅ്മിനീങ്ങളായി, ഞങ്ങൾ സത്യവിശ്വാസികളാണ് എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, നിങ്ങൾ ആമന്ന എന്ന് പറയരുത്, വേണമെങ്കിൽ അസ്ലംന എന്ന് പറഞ്ഞു. വലാകിൻ ഖൂലൂ അസ്ലംനാ, വേണമെങ്കിൽ ഞങ്ങൾ മുസ്ലിമായി എന്ന് പറഞ്ഞോ. എന്താ വ്യത്യാസം? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂല പ്രഖ്യാപിച്ച് ഇസ്ലാമിലേക്ക് നമ്മൾ വന്നാൽ നമ്മൾ മുസ്ലിമായി, മുഅ്മിനായിട്ടില്ല. എന്താ പറയാ? നമ്മൾ ഇന്ന് കേട്ടു, എല്ലാ ഖുത്ബ വേളകളിലും കേട്ടും, എല്ലാ പ്രസംഗങ്ങളിലും നമ്മൾ കേൾക്കും, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ജീവിതത്തിൽ കഴിയുന്ന പ്രകാരം പരമാവധി അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിച്ചുകൊണ്ട്, അനുസരിച്ചുകൊണ്ട്, ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണം. നന്ദിയുള്ള അടിമയായിട്ട് നീ ജീവിക്കണം. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഇസ്ലാം നിങ്ങളിലേക്ക് പ്രവേശിക്കാതെ നിങ്ങൾ ഒരിക്കലും മരിക്കരുത്. ഇസ്ലാം നിങ്ങളിലേക്ക് പ്രവേശിക്കാതെ നിങ്ങൾ ഒരിക്കലും മരിക്കരുത്. അടിവരടേണ്ട വാക്ക, വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നമ്മൾ ഇസ്ലാമിലേക്ക് പ്രവേശിച്ചിട്ടുള്ളൂ. ഇസ്ലാം നമ്മളിലേക്ക് പ്രവേശിച്ചിട്ടില്ല. ഇസ്ലാം നമ്മളിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് നമ്മൾ മുഅ്മിനീങ്ങളായിട്ട് മാറുക. ഇസ്ലാം നമ്മളിലേക്ക് പ്രവേശിക്കണം. ഇസ്ലാം പഠിപ്പിച്ച എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, അല്ലാഹു റസൂലും പഠിപ്പിച്ച എന്തെല്ലാം ഉണ്ടോ, അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ്, നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ കർമ്മങ്ങളിൽ, നമ്മുടെ വിശ്വാസങ്ങളിൽ, നമ്മുടെ ആചാരങ്ങളിൽ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ മുഅ്മിനാവുകയുള്ളൂ. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകട്ടെ. അങ്ങനെയുള്ള ഒരു സത്യവിശ്വാസി മരിക്കുന്ന സമയത്ത് മലക്കുൽ മൗത്ത് അലൈഹി സ്വലാത്തു വസ്സലാം അവന്റെ തലഭാഗത്ത് വന്നിരുന്നിട്ട് പറയും, അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയാ, ഒരുപാട് മലക്കുകൾ വരും, കണ്ണെത്താ ദൂരത്താ മലക്കുകൾ മുഴുവൻ വന്നിരിക്കുകയാണ്. അല്ലെ, നമ്മുടെ റൂഹ് അവനെ കാണുന്നുണ്ട്, ആ മലക്കുകളെ കാണുന്നുണ്ട്. ജസദ് കാണൂല. നമ്മുടെ കണ്ണല്ല കാണുന്നത്, നമ്മുടെ റൂഹാണ് അവരെ തിരിച്ചറിയുന്നത്. നമ്മുടെ ആത്മാവ് നമുക്ക് ജീവൻ ഉണ്ടാകുന്നതിന് വേണ്ടി നമുക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹമായ റൂഹുണ്ടല്ലോ, ആ റൂഹാണ് അവരെ തിരിച്ചറിയുന്നത്. മലക്കുകളെ കണ്ണെത്തും ദൂരത്ത് വന്നിരിക്കുകയാണ്. കഫനും മിൻ കഫാനിൽ ജന്ന ഹനൂതും മിൻ ഹനൂതിൽ ജന്ന. സ്വർഗത്തിൽ നിന്നുള്ള പുതപ്പും സ്വർഗത്തിൽ നിന്നുള്ള അത്തറുമായിട്ട് വന്നവർ അവരെല്ലാവരും വന്ന് ഹാജരായി. നമ്മുടെ ചുറ്റും എവിടെ നോക്കിയാലും ഈ മലക്കുകളെ മാത്രം കാണുന്ന സമയം മലക്കുൽ മൗത്ത് അലൈഹിസ്സലാം, അല്പം കഴിഞ്ഞ് മലക്കുൽ മൗത്ത് വരും, നമ്മുടെ തലഭാഗത്തിരിക്കും. എന്നിട്ട് നമ്മളോട് പറയും, നമ്മുടെ റൂഹിനോട് പറയുകയാണ്, പുറത്തു വരുവാൻ വേണ്ടി പറയുകയാണ്, ഇലാ മഗ്ഫിറത്തിൻ മിനല്ലാഹി വറിദ്വാൻ. ഉഖ്റുജി, നീ പുറത്തു വരൂ.
എവിടേക്കാണ്? ഇലാ മഗ്ഫിറ, അല്ലാഹുവിന്റെ പാപമോചനത്തിലേക്ക് നീ വാ, അല്ലാഹുവിന്റെ മഗ്ഫിറത്തിലേക്ക് നീ വാ. അതുപോലെ തന്നെ വരിദ്വാൻ, അല്ലാഹുവിന്റെ തൃപ്തിയിലേക്ക് നീ വാ. അല്ലാഹുവിന്റെ മഗ്ഫിറത്ത് നിനക്ക് ലഭിച്ചിരിക്കുന്നു, അല്ലാഹുവിന്റെ റിള നിനക്ക് ലഭിച്ചിരിക്കുന്നു. ഏറ്റവും വലിയ സൗഭാഗ്യം ജീവിതത്തിൽ. ഈ സൗഭാഗ്യം ലഭിക്കാനുള്ള തൗഫീഖ് നമുക്കുണ്ടാകണം. അല്ലാഹുവിന്റെ മഗ്ഫിറത്ത് ലഭിച്ചു മരിക്കാൻ, അല്ലേ? അല്ലാഹുവിന്റെ മഗ്ഫിറത്ത് ലഭിച്ചു മരിക്കാൻ, അതിൽ നമ്മൾ മുഅ്മിനീകളായിട്ട് ജീവിക്കണം, മുഅ്മിനീകളായിട്ട് മരിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എപ്പോഴും നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്യാം, എപ്പോഴും നമ്മൾ ഇബാദത്തുകളിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വർഷം മുമ്പ് ജീവിതത്തിന്റെ ഉടനീളം ഇസ്തിഗ്ഫാറുമായിട്ട് ജീവിക്കുന്നവർ റസൂല പറഞ്ഞു, ഞാൻ ഒരു ദിവസം 70 തവണ അതല്ലെങ്കിൽ 100 തവണ ആവർത്തിച്ച് അല്ലാഹുവേ, എന്റെ ജീവിതത്തിൽ വന്നു പോയ തെറ്റുകളെല്ലാം നീ എനിക്ക് പുറത്തു തരണേ എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ജീവിതത്തിലെ എല്ലാ പാപങ്ങളും പുറത്തു കൊടുത്ത, കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ എല്ലാ പാപങ്ങളും പുറത്തു കൊടുത്ത റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രൂപത്തിൽ പോലും ഇസ്തിഗ്ഫാർ ചെയ്തിട്ട് ആ പ്രവാചകൻ മരിക്കുന്നതിന്റെ തൊട്ട് മുമ്പ്, ഒരു വർഷം മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നസ്ർ ഇറക്കി ഇസ്തിഗ്ഫാറിന് വേണ്ടി കൽപ്പിക്കുകയാണ്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ് വറഅയ്ത الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفر إنه كان توابا. മക്കം ഫതഹ് വന്നാൽ, മക്ക വിജയിച്ചാൽ ആളുകൾ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് വരുന്ന കാഴ്ച നീ കണ്ടാൽ, പിന്നീട് നീ ചെയ്യേണ്ട കാര്യങ്ങൾ തസ്ബീഹുകളും തഹ്മീദുകളും തദ്കീറുകളും തക്ബീറുകളുമായിട്ട് ജീവിക്കണം, ഇസ്തിഗ്ഫാറുമായിട്ട് കഴിച്ചുകൂട്ടണം. പിന്നീട് അങ്ങോട്ടുള്ള ജീവിതത്തെ കുറിച്ച് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പഠിപ്പിക്കുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് പ്രവാചകൻ എപ്പോഴും ഈ രൂപത്തിൽ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, അസ്തഗ്ഫിറുല്ലാഹ് ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. റബ്ബിന്റെ മഗ്ഫിറത്ത് നമുക്ക് ലഭിക്കണം. മലക്കുൽ മൗത്ത് നമ്മുടെ ശരീരത്തിൽ നിന്ന് നമ്മുടെ റൂഹിനെ പിടിച്ചെടുക്കുമ്പോ, നമ്മുടെ റൂഹിനെ മലക്കുൽ മൗത്ത് പിടിച്ചെടുക്കുമ്പോ മഗ്ഫിറത്ത് ലഭിച്ചുകൊണ്ട്, അല്ലാഹുവിന്റെ തൃപ്തി ലഭിച്ചുകൊണ്ട് ഈ ലോകത്തോട് വിട പറയാൻ നമുക്ക് സാധിക്കണം. ഇനി അതല്ല, റബ്ബിനെ അനുസരിക്കാതെ നന്ദി കെട്ടവനായി ജീവിച്ചവനാണ് എങ്കിൽ, അല്ലാഹുവിനെ നിഷേധിച്ചുകൊണ്ട് ജീവിച്ചവനാണ് എങ്കിൽ, അല്ലാഹുവിനെ മറന്നുകൊണ്ട് ജീവിച്ചവനാണ് എങ്കിൽ, അത്തരം ആളുകളോട് പറയും, അയ്യത്തുഹൻ നഫ്സുൽ ഖബീസ്, മ്ലേച്ഛമായ ആത്മാവേ, വൃത്തികെട്ട ആത്മാവേ, നമ്മൾ പ്രിയമുള്ള സഹോദരങ്ങളെ, പടച്ചറപ്പ് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹുവിനെ സ്മരിക്കുവാൻ സമയമില്ലാത്തവനായിട്ട് നമ്മൾ ജീവിച്ചവനാണ് എങ്കിൽ, അല്ലാഹുവിനെ അനുസരിക്കാൻ സമയമില്ലാത്തവനായിട്ട് നമ്മൾ ജീവിച്ചവനാണ് എങ്കിൽ, നമ്മുടെ റൂഹിനോട് പറയും, നമ്മുടെ റൂഹിനോട് മലക്കുൽ മൗത്ത് പറയും, അയ്യത്തുഹൻ നഫ്സുൽ ഖബീസ്, വൃത്തികെട്ട മ്ലേച്ഛമായ ആത്മാവേ, ഉഖ്റുജി, നീ മടങ്ങിക്കോ, നീ പുറത്തു വാ, ഇലാ സഖത്തിൻ മിനല്ലാഹി വഗളിബ്, അല്ലാഹുവിന്റെ വെറുപ്പിലേക്ക് വാ, അല്ലാഹുവിന്റെ കോപത്തിലേക്ക് വാ എന്ന് പറഞ്ഞ് ആ മലക്കുൽ മൗത്ത് അവന്റെ റൂഹിനെ പഞ്ഞിക്കട്ടിൽ നിന്നും മുള്ളവന് ചൂരുന്നത് പോലെ പുറത്തെടുക്കുമെന്ന് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അഹ്ല റമദാൻ എന്ന വിഷയം നമ്മൾ സംസാരിച്ചിട്ടില്ല. ഇൻഷാ അല്ലാഹ് നിസ്കാരം കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. എന്തിനാ ഇങ്ങനെ ഒരു ആമുഖം വെച്ചത്? നമ്മുടെ ശരീരത്തിൽ നിന്ന് എന്നേക്കുമായി ഈ ദുനിയാവിൽ നമ്മുടെ റൂഹ് ഇറങ്ങിപ്പോകുന്ന ഒരു സമയം നമുക്കുണ്ട്, ഒരു സമയമുണ്ട്. അതെപ്പോഴാണ് നമുക്ക് പറയാൻ കഴിയൂല. ഇന്നാണോ നാളെയാണോ മറ്റന്നാളാണോ പറയാൻ നമുക്ക് ഒരിക്കലും കഴിയൂല. ആ സമയത്ത് മലക്കുൽ മൗത്ത് അലൈഹി സ്വലാത്തു വസ്സലാം അയ്യത്തുഹൻ നഫ്സു ത്വയ്യിബ എന്നോ, അതുപോലെ തന്നെ അയ്യത്തുഹൻ നഫ്സുൽ ഖബീസ എന്നോ ഏതു രൂപത്തിൽ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് നമ്മുടെ റൂഹിനെ കൊണ്ടുപോകേണ്ടത് എന്ന് തീരുമാനിക്കുക നമ്മളാണ്. നമ്മൾ തീരുമാനിക്കുക എന്തുണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്ന ചിന്തയോടെ ജീവിക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അഖൂലു ഖൗലി ഹാദാ
വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.